നമുക്ക് 70 കൊടുക്കാം. 70,000 രൂപ. നെഗോഷ്യബിൾ ആണോ? അല്പമൊക്കെ കുറയ്ക്കാം. അല്പം കുറയ്ക്കാം. ഇത് നമുക്കൊരു 65 രൂപയ്ക്ക് കൊടുക്കാം. 65 രൂപ. അത് നെഗോഷ്യബിൾ ആണോ? അത് 19 വണ്ടി. നിലവിൽ CNG ആണ്. CNG ആണ്. 2016 ആണിത്. 16. ഓക്കെ. അപ്പോൾ പേപ്പറൊക്കെ എത്ര കൊടുക്കാം നമുക്കപ്പോൾ? നമ്മൾ 45 കൊടുക്കാം. 45. ചോദ്യം 18 മോഡലാണ്. അപ്പോൾ ഗുഡ്സ് ആണല്ലേ? ഗുഡ്സ് ആണ്. 2018 മോഡലാണ്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനുള്ളത് ആദി ഓട്ടോ കൺസൾട്ടിങ്ങിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓട്ടോറിക്ഷയുടെയും ഗുഡ്സിൻ്റെയാണ്. ഇപ്പോൾ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ഊരൂട്ടമ്പലം. തിരുവനന്തപുരം നമ്മൾ ബാലരാമപുരം കാട്ടാക്കട ബാലരാമപുരം റൂട്ടിൽ ഊരൂട്ടമ്പലം പെട്രോൾ പമ്പിൻ്റെ ഭാരത് പെട്രോൾ പമ്പിൻ്റെ ജസ്റ്റ് അടുത്തായിട്ടാണ് ആദി ഓട്ടോ കൺസൾട്ടിങ്. അപ്പോൾ അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതേപോലെ സ്ക്രീനിലും കാണിക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടപ്പെടും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി സജു ഉണ്ട്. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. നല്ല സർ. അപ്പോൾ നമ്മുടെ ഓണം പ്രമാണിച്ച് എന്തെങ്കിലും ഓഫർ കൊടുക്കുന്നുണ്ടോ വണ്ടിക്ക്? ഓഫർ നമുക്ക് പെട്രോൾ വണ്ടിയൊക്കെ ആണെങ്കിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു കൊടുക്കാം. CNG ആണെങ്കിൽ CNG ഫുൾ ടാങ്ക്, ഡീസൽ ആണെങ്കിൽ ഡീസൽ അടിച്ചു എല്ലാം ഫുൾ ടാങ്ക് അടിച്ചു കൊടുക്കാം. അതാണ് ഓണം ഓഫർ. ഈ മാസം 10-ാം തീയതി ഉള്ളൂ. 10-ാം തീയതി വരെ. 10-ാം തീയതി. ഓക്കെ. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ കറക്റ്റ് എന്ന് പറയുമ്പോൾ സ്ഥലം വരുന്നത് ഊരൂട്ടമ്പലം ഭാരത് പെട്രോൾ പമ്പിൻ്റെ അടുത്താണ്. അടുത്തന്നെയാണ്. നമ്മൾ ഫിനാൻസ് ചെയ്യുന്നുണ്ടല്ലോ? ഫിനാൻസ് ഉണ്ട്. 2020 തൊട്ടേ ഫിനാൻസ് ഉള്ളൂ. ചെയ്യുന്നുണ്ട്. 20 ചെയ്യുന്നുള്ളൂ. 20 തൊട്ടേ ഉള്ളൂ. കേരളത്തിൽ എല്ലായിടത്തും കൊടുക്കാൻ പറ്റുമോ? കേരളത്തിൽ എല്ലാത്തിനും കൊടുക്കാൻ പറ്റില്ല, തിരുവനന്തപുരം ജില്ലയ്ക്ക് മാത്രം. തിരുവനന്തപുരം ജില്ലയ്ക്ക് മാത്രം. ഓക്കെ. അപ്പോൾ ശരി, വീട്ടിലോട്ട് പോവാം. സജൂർ, നമ്മുടെ ഫസ്റ്റ് വേണ്ടി നമുക്ക് ഒരു ഓണേഴ്സ് പെട്രോൾ ഡീസലാണ്. ഡീസൽ 2013 ഡീസൽ, ബജാജ് ഡീസൽ. 2013 RE ഡീസലാണ്. RE. ഓക്കെ. എല്ലാം ചെയ്തിട്ടേക്കാണല്ലേ? എല്ലാം ചെയ്തിട്ടുണ്ട്. ബോഡി എല്ലാം പെയിന്റിങ് കഴിഞ്ഞ് കിടക്കല്ലേ? അപ്പോൾ പേപ്പർ 26 2029 വരെ പേപ്പറുണ്ട്. 29 പേപ്പർ. ഓക്കെ. മോഡൽ ഏതാ? 2013 ആണ്. 29 പേപ്പറാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിന്റെ പ്രൈസ് എങ്ങനെയാ വരുന്നത്? നമുക്ക് 70 രൂപയ്ക്ക് കൊടുക്കാം. 70,000 രൂപ. നെഗോഷ്യബിൾ ആണോ? അല്പമൊക്കെ കുറയ്ക്കാം. അല്പം കുറയ്ക്കാം. ശരി. അപ്പോൾ സജീവ്രോ, അടുത്ത വേണ്ടി ഓണേഴ്സ് തന്നെയാണ്. അടുത്തത് നമ്മൾ അതിലാണ്. അതിൽ ഏതാ മോഡൽ? 2014 ആണ്. 14. അപ്പോൾ 29 പേപ്പർ ഉണ്ടോ? ഇത് 2030 പേപ്പറുണ്ട്. 30. ഓക്കെ. ഇതും ഓണേഴ്സ് വണ്ടിയാണ്. പെയിന്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കിടക്കാനല്ലേ? എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. അതിൽ നിന്ന് മൈലേജ് എങ്ങനെ വരും പൊതുവേ? ഒരു അതിൻ്റെ അകത്ത് കിട്ടും. ഡീസൽ വണ്ടിയല്ലേ? ഡീസലാണ്. അപ്പോൾ ഇതെങ്ങനെ വില വരുന്നത്? ഇത് നമുക്കൊരു 65 രൂപയ്ക്ക് കൊടുക്കാം. 65 രൂപ. അത് നെഗോഷ്യബിൾ ആണോ? കുറച്ച് കൊടുക്കാം. ശരി. ഓക്കെ. 2030 ഇത് പേപ്പറുണ്ട്. പേപ്പറുള്ള വണ്ടി. അടുത്ത വണ്ടി ഓണേഴ്സ് തന്നെയാണ്. എങ്ങനെയാണ്? ഇത് കോമ്പാക്ട് ഡീസലാണ്. കോമ്പാക്ട് ഡീസൽ എന്ന് പറഞ്ഞാൽ ഡീസൽ വണ്ടി. ഡീസലാണ്. 2015 ആണ്. 15 വണ്ടി. 2030 വരെ പേപ്പറുണ്ട്. 30 പേപ്പർ ഉണ്ടല്ലേ? പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞ് കണ്ടീഷൻ എല്ലാം ആവറേജ് കുഴപ്പമില്ല. ടയറൊക്കെ നല്ല ആവറേജ് അല്ല, ഫുള്ളും ഉണ്ട്. സീറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എഞ്ചിനൊക്കെ നല്ല കുഴപ്പമില്ല, നല്ല എഞ്ചിനാണ്. അപ്പോൾ നമുക്ക് എത്ര കൊടുക്കും വണ്ടി? ഇത് നമുക്ക് 1.15 കൊടുക്കാം. 1.15 നെഗോഷ്യബിൾ ആണോ? അല്പമൊക്കെ കുറയ്ക്കാൻ പറ്റും. വേറെ വണ്ടി കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് പറഞ്ഞവർക്ക് എന്തായാലും കുറച്ച് കൊടുക്കും. പിന്നെ ശരി. ഓക്കെ. അപ്പം സജൂർ, അടുത്ത വണ്ടി CNG ആണ്. CNG ഇത് പെട്രോൾ വണ്ടി CNG ആക്കിയിട്ടുള്ളതാണ്. CNG ആക്കിയിട്ടുണ്ട്. കിറ്റ് ആക്കിയതാണ്. ഓക്കെ. മോഡൽ ഏതാ? 2019 മോഡലാണ്. 19 വണ്ടി. നിലവിൽ CNG ആണ്. ഓക്കെ. വണ്ടി ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ? പേപ്പറൊക്കെ എത്ര ഉണ്ട്? ഇത് പേപ്പർ പുതിയ നമുക്ക് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാം പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 വർഷത്തേക്ക് കിട്ടൂലേ? 2 വർഷത്തേക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇത് സീറ്റ് വരെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇന്ത്യയിലൊക്കെ നീറ്റാണ്. അവിടെ ഫ്രണ്ടിൽ ബക്കറ്റ് സീറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി കണ്ടീഷനാണ്. നല്ല കണ്ടീഷനാണ്, കുഴപ്പമൊന്നുമില്ല. നല്ല പുതിയ 2 വർഷം പേപ്പറായി കൊടുക്കാം. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ടല്ലേ? ആവറേജ് ഉണ്ട്. ആവറേജ് അല്ല, ടയർ ഉണ്ട്. ആവറേജ് അല്ല, അത്യാവശ്യം ടയർ ഉണ്ടല്ലേ? അത്യാവശ്യം ഉണ്ട്. ഓക്കെ. അപ്പോൾ CNG 2019 നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? നമുക്കിത് 1.10 കൊടുക്കാം. 1.10. ലോൺ കയറില്ല? ഇതിന് ലോൺ കയറില്ല. 2020 തൊട്ട് ലോണുണ്ട്. കയറുള്ളൂ, അതാണ് ചോദിച്ചത്. ശരി. അടുത്ത 2016 ബജാജിൻ്റെ. ഓക്കെ. എങ്ങനെയാണ് ഡീറ്റെയിൽസ് പറഞ്ഞത്? 2016 ആണിത്. 16. ഓക്കെ. അപ്പോൾ പേപ്പറൊക്കെ? പേപ്പർ ഒരു 5 മാസത്തേക്കേ ഉള്ളൂ. 5 മാസത്തേക്കേ ഉള്ളൂ പേപ്പർ. വേറെ ടെസ്റ്റ് മാത്രം 5 മാസമേ ഉള്ളൂ. ബാക്കി പേപ്പറൊക്കെ കൊണ്ടിട്ടുണ്ട്. 5 മാസത്തേക്കേ ഉള്ളൂ. പക്ഷേ വണ്ടി പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെയാണെങ്കിൽ വൃത്തിയായിട്ട്. വേറെ എഞ്ചിൻ കണ്ടീഷനൊക്കെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതെങ്ങനെ വില വരണം ഈ വണ്ടിയുടെ? ഇത് നമുക്ക് ഒരു 1.30 കൊടുക്കാം. 1.30 കുറയ്ക്കുമല്ലോ? കുറച്ച് കൊടുക്കാം. ടാറ്റ സൂപ്പർ ഐസ് ആണ്. ആണ്. എങ്ങനെ മോഡൽ? ഇത് 2012 മോഡലാണ്.
ഓക്കെ. ഇത് നമുക്ക് പുതിയ പേപ്പർ എടുത്ത് കൊടുക്കാം. ടെസ്റ്റിനെല്ലാം പണിയും ചെയ്തിട്ടുണ്ട്. അപ്പം എടുക്കുന്ന ആളുടെ പേരിൽ പേപ്പറാക്കി കൊടുക്കാം. പേപ്പറാക്കി കൊടുക്കാം. ഓക്കെ. പണിയെല്ലാം ചെയ്തിട്ടേക്കുന്നതാണ്? എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ. ബാക്കി വണ്ടി ഓണർഷിപ്പ് ഒക്കെ എത്ര ഉണ്ടാവും ഇതിൻ്റെ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല? വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ. നല്ല വണ്ടിയാണ്. നല്ല വണ്ടിയല്ലേ? ക്ലീനിങ്ങെല്ലാം കഴിഞ്ഞ് കിടക്കാം. അപ്പം 1 വർഷം പേപ്പറായി കൊടുക്കാം. പേപ്പർ ആക്കി കൊടുക്കാം. എത്ര കൊടുക്കാം നമുക്കപ്പോൾ? നമ്മൾ 1.45 കൊടുക്കാം. 1.45. ചോദ്യമല്ലേ? ചോദ്യമാണ്. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അടുത്തത് ആപ്പ. അപ്പോൾ 2018 മോഡലാണ്. ആപ്പ ഗുഡ്സ് ആണല്ലേ? ഗുഡ്സ് ആണ്. 2018 മോഡലാണ്. ഓക്കെ. പേപ്പർ എത്ര ഉണ്ട്? പേപ്പർ പുതിയ പേപ്പർ ആക്കി കൊടുക്കാം. പുതിയ പേപ്പറായി കൊടുക്കാം. 18 ആകുമ്പോൾ 2 വർഷം പേപ്പർ കിട്ടും. 2 വർഷം പേപ്പർ കിട്ടും. ഓക്കെ. വണ്ടി പെയിന്റിങ്ങിലെ കാര്യങ്ങൾ കഴിഞ്ഞ് കിടപ്പുണ്ട്. എല്ലാം പെയിന്റ് ഒക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ടയർ കണ്ടീഷൻ കുഴപ്പമില്ല അല്ലേ? റീസോൾ ടയറാണ്. ഫ്രണ്ടിൽ മറ്റേ റീസോളാണ്. ഫ്രണ്ട് കൊള്ളാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ വില? നമുക്കിത് 1.45 കൊടുക്കാം. 1.45. ചോദ്യമല്ലേ? ചോദ്യമാണ്. ഇത് 2017 ആണ്. ബജാജ് മാക്സിമ ആണ്. 14 വണ്ടി 17. ഓക്കെ. അപ്പോൾ അതിൻ്റെ പേപ്പർ എത്ര ഉണ്ട്? പേപ്പർ 1 വർഷം എല്ലാം ഉണ്ട്. 1 വർഷത്തെ പേപ്പർ ഉണ്ടല്ലേ? ഓക്കെ. വണ്ടി കുഴപ്പമില്ല. ആവറേജ് കണ്ടീഷൻ ഉണ്ട്. ടയർ കണ്ടീഷൻ ആവറേജ് ആണ്. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എഞ്ചിനൊക്കെ കൊള്ളാം. കുഴപ്പമില്ല. ഓക്കെ. അത്യാവശ്യം മെയിൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബജാജ് മാക്സിമം ഇതിനൊക്കെ മൈലേജ് ഒരു എത്ര കിട്ടും ബ്രോ? ഇതിപ്പോൾ ഒരു 40-ന്റെ അകത്തൊക്കെ ആവറേജ് മൈലേജ് അങ്ങനെ കിട്ടും. അപ്പോൾ അതെങ്ങനെ അതിൻ്റെ വില വരുന്നത്? ഇത് നമുക്ക് 1.40 കൊടുക്കാം. 1.40 നെഗോഷ്യബിൾ ആണല്ലോ. ശരി. CNG നല്ല കളക്ഷൻ ഉണ്ട്. അത്യാവശ്യം വണ്ടികളുണ്ട്. കളക്ഷൻ ഉണ്ട്. അപ്പം അടുത്ത മോഡൽ എങ്ങനെയാണ്? ഇത് 2021 മോഡലാണ്. പുതിയ ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. 21 മോഡലാകുമ്പോൾ 2 വർഷം പേപ്പർ 2 വർഷം പേപ്പർ ആക്കി കൊടുക്കാം. ഇത് ടയറെല്ലാം പുതിയതുണ്ട്. ടയറെല്ലാം പുതിയതുണ്ട്. ഇത് മോഡൽ ഓണർഷിപ്പ് എത്ര? 21 ഇത് ഫസ്റ്റ് ഓണറാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ. ഇതെല്ലാം നീറ്റ് കണ്ടീഷൻ ആണ്. എല്ലാം പണിയും ചെയ്തിട്ടുണ്ട്. പുതിയ ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട് ബ്രോ? എഞ്ചിന് കുഴപ്പമൊന്നുമില്ല. ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ടല്ലേ? എല്ലാം ചെയ്തിട്ടുണ്ട്. ടോപ്പൊക്കെ എല്ലാം പുതിയതാണ്. ഡ്രൈവറിന്റെ വില എങ്ങനെ വരുന്നത്? നമുക്ക് 1.75 കൊടുക്കാം. 1.75. ഇത് ചോദ്യമല്ലേ? ചെറുതായിട്ട് കുറയ്ക്കാം. കുഴപ്പമൊന്നും. ഓക്കെ. ഇതിപ്പോൾ ലോൺ കയറുമല്ലോ? 21 വണ്ടിയല്ലേ? ലോൺ കയറുമല്ലോ. അപ്പോൾ അടുത്ത വണ്ടി CNG ആണ്. ബജാജ് മാക്സിമ ഇസഡ് ആണ്. ഇസഡ്. ഇത് മോഡൽ ഏതാ? ഇത് 2021 ആണ്. 2021. ഓക്കെ. ടയറൊക്കെ പുതിയതുണ്ടല്ലേ? ടയറൊക്കെ പുതിയതാണ്. പിന്നെ പേപ്പർ എങ്ങനെ? മേളിൽ തട്ടും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ. സീറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ അവകാല വൃത്തിയുണ്ട്. ഇത് പുതിയ ടെസ്റ്റ് ചെയ്ത് കിടക്കുകയാണ്. ഒരാഴ്ചയായോ ടെസ്റ്റ് ചെയ്ത്. 2 വർഷം പേപ്പർ ഉണ്ട്. 2 വർഷം പുതിയ പേപ്പർ ഉണ്ട്. ഓക്കെ. ബജാജ് മാക്സിമം ഇതിന് എങ്ങനെ മൈലേജ് കിട്ടും? മാക്സിമം CNG ആകുമ്പോൾ മാക്സിമയ്ക്ക് ഒരു 60 കിട്ടും കിട്ടുന്നുണ്ടല്ലേ? അതൊക്കെ അതിൻ്റെ അകത്ത് കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് വില? നമുക്ക് 1.80 കൊടുക്കാം. 1.80. അപ്പോൾ ലോൺ എങ്ങനെ കയറും? ഇത് ലോൺ കയറും. 2021 അല്ലേ? എത്ര വരെ കയറും ലോൺ ഉദ്ദേശം? ലോൺ ഇതിനൊക്കെ ആണെങ്കിൽ 1.30 ആ റേഞ്ചൊക്കെ നമ്മളെ വില കുറയ്ക്കുമല്ലോ? അതുപോലെ കുറയ്ക്കാം. വണ്ടി CNG ഓട്ടോറിക്ഷ ബജാജ് അല്ലേ? 2023 മോഡലാണ്. 23 ഓക്കെ. ഓണർഷിപ്പ് ഒക്കെ എത്രയാണ്? സിംഗിൾ ഓണറാണ്. ടയറൊക്കെ പുത്തൻ ടയറുണ്ട്. ടയറൊക്കെ കൊള്ളാം. ഓക്കെ. സീറ്റൊക്കെ ബക്കറ്റ് സീറ്റ് പുതിയ ടെസ്റ്റ് ചെയ്ത് കൊടുക്കും നമ്മൾ. സീറ്റൊക്കെ പകർത്തി സീറ്റ് ഉണ്ട്. എല്ലാം പണി തെറ്റിങ്ങനെ ഉള്ളൂ. എല്ലാം പുതിയ ചെയ്ത് കൊടുക്കാം. ഇവിടെ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പെയിന്റ് കാര്യങ്ങൾ ചെയ്തിടക്കില്ല? എല്ലാം ചെയ്ത് തീർന്ന് നടക്കും. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ? ഇതിന് ബാക്കി പേപ്പർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പേപ്പർ പുതിയ പേപ്പർ എടുത്ത് കൊടുക്കാം. 2 വർഷം പേപ്പർ. 2 വർഷം പുതിയ പേപ്പർ എടുക്കാം. അപ്പോൾ ഇതിന് വില എങ്ങനെ വരും? ഇത് 2.5 ആവും. 2,05,000 രൂപ. അപ്പോൾ ലോൺ എത്ര കയറും? ലോൺ 1.5 കയറും. ചെറുതായിട്ട് കുറയ്ക്കുമല്ലോ? കുറയ്ക്കാം. കുഴപ്പമില്ല. അടുത്ത വണ്ടി ബജാജ് CNG ആണ്. പക്ഷേ കുറച്ച് റൂഫൊക്കെ ഹൈറ്റ് ആക്കിയിട്ടുണ്ട്. ഹൈറ്റ് ആക്കിയിട്ടുണ്ട്. നല്ല പുതിയ മോഡൽ ചെയ്തിട്ടുണ്ട്. അകത്തൊക്കെ അതുകൊണ്ട് അതൊക്കെ നല്ല ഇങ്ങനെ കുറേ അഡീഷണൽ വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ? ഓൾട്രേഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്. ഹൈറ്റ് കൂടിയിട്ടുണ്ട്. ഓക്കെ. സ്പീക്കേഴ്സ് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം പരിപാടിയെല്ലാം ചെയ്തിട്ടുണ്ട്. ടയറെല്ലാം 3 ടയർ പുത്തൻ ടയർ. എല്ലാം പുത്തനാണ്. ഓക്കെ. മോഡൽ ഏതാ ഇതിൻ്റെ? 2023 ആണ്. 23. ബജാജ് ഏതായത്? മാക്സിമം അല്ല, സാധാ വണ്ടി തന്നെ. ഓക്കെ. അതിന് മാക്സിമം മോഡൽ ചെയ്തിട്ടുണ്ട്. ഹൈറ്റ് എല്ലാം കൂട്ടി നല്ല ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ. ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ പേപ്പർ എത്ര വരുന്നുണ്ട്? പേപ്പർ ഇത് ഒരു 17 മാസമായ വണ്ടിയാണ്. 17 മാസമായിട്ട്. അപ്പോഴേ അടുത്ത റീടെസ്റ്റ് എപ്പോൾ വരും? ഇനി 7 മാസം കാണും. 7 മാസം കാണും. എന്നിട്ട് ടെസ്റ്റ് ചെയ്താൽ കാണും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല? ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതെങ്ങനെ ഇതിൻ്റെ പ്രൈസ് വരുന്നത്? നമുക്ക് 2.15 കൊടുക്കാം. 2.15 നെഗോഷ്യബിൾ അല്ലേ? ലോണൊക്കെ കയറും. ലോൺ എത്ര കയറും? 1.5 കയറും. വണ്ടി ഓട്ടോറിക്ഷ. ഇത് ഡീസലാണ്. ഡീസൽ കോമ്പാക്റ്റ് ആണ്. പുതിയ 2022 വണ്ടിയാണ്. 22 ഡീസൽ കോമ്പാക്ട്. കോമ്പാക്റ്റ്. ഓക്കെ. ഡീസൽ എങ്ങനെ പുതിയ കോമ്പാക്റ്റിന് മൈലേജ് കിട്ടുന്നത്? മൈലേജ് ഉണ്ട്. ഒരു 50-ന്റെ അകത്തൊക്കെ ഉണ്ട്.
അപ്പോൾ ഇതും പണിയെല്ലാം ചെയ്തിട്ടേക്കുന്ന പണി വണ്ടി ചെയ്തിരിക്കുകയാണ്. ഡാവൊക്കെ ചെയ്തിട്ടുണ്ട്, ബക്കറ്റ് സീറ്റ് ചെയ്തിട്ടുണ്ട്, ബാക്കിൽ ബക്കറ്റ് സീറ്റ് ആക്കിയിട്ടുണ്ടല്ലേ? ബാക്കിൽ ബക്കറ്റ് സീറ്റ് എല്ലാം ബക്കറ്റ് സീറ്റാണ്. ഫ്രണ്ടും ബക്കറ്റ് ബാക്കും ബക്കറ്റ് ആക്കിയിട്ടുണ്ട്. ടയർ 3 കൊള്ളാം. ഇതും പെയിൻറ്റിംഗ് എല്ലാം കഴിഞ്ഞ് കിടക്കുകയല്ലേ? പെയിൻ്റ് ഒക്കെ ചെയ്യുന്നത് നമുക്ക് പുതിയ ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 2 വർഷം പേപ്പറായി കൊടുക്കാം. 2 വർഷം പേപ്പർ. അപ്പോൾ ഇതെങ്ങനെയാണ് വില വരുന്നത്? ഇത് നമുക്ക് ഒരു 2 കൊടുക്കാം. 2 ലക്ഷം രൂപ. 2 കൊടുക്കാം. ലോൺ കയറും. ലോൺ കയറുമല്ല, ചെറുതായിട്ട് കുറയ്ക്കുമല്ലോ പൈസ. അപ്പോൾ അടുത്ത ഓട്ടോറിക്ഷ ഡീസൽ തന്നെയാണ് അല്ലേ? ഡീസലാണ്. ഇതും ഒരു 17 മാസം ആയേ ഉള്ളൂ. പുത്തൻ വണ്ടിയാണ്. 2024 വണ്ടിയാണ്. 24 വണ്ടിയാണ്. 24 കുറച്ച് മാസം. 24 ഫസ്റ്റ് മാസം ജനുവരി വണ്ടിയാണ്. 24 ജനുവരി. ഓക്കെ, ഡീസൽ. ബജാജ് കോമ്പാക്ട് കോമ്പാക്ട്. ഓക്കെ, ബാക്കി പേപ്പറൊക്കെ എത്ര ഉണ്ട്? അപ്പം പേപ്പർ അതുപോലെ തന്നെ ഒരു 5 മാസമൊക്കെ കാണും. 5 വർഷം പേപ്പറാണ്. ഓക്കെ, ഇത് വണ്ടി നീറ്റായിട്ട് കൊണ്ട് സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണോ ഇത്? സിംഗിൾ തന്നെ. ഓക്കെ, സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ടെസ്റ്റിന് അങ്ങനെ ഒരു പണിയൊന്നുമില്ല. ഇങ്ങനെ കൊണ്ട് കാണിച്ച് ടെസ്റ്റ് നടത്താന്നേ ഉള്ളൂ. ഇത് ഒറിജിനൽ സീറ്റ് തന്നെയാണ് ഇരിക്കുന്നത്. എല്ലാം ഒറിജിനൽ സാധനമാണ്. ഓക്കെ, എല്ലാം ഒറിജിനാലിറ്റി തന്നെ. കമ്പനി ഇറങ്ങിയ പോലെ ഉണ്ട്. ഇറങ്ങിയ പോലെ. അപ്പോൾ ഇതെങ്ങനെ അതിൻ്റെ വില വരുന്നത്? ഇത് 2.45 കൊടുക്കും. 2.45. അപ്പോൾ ഫിനാൻസ് ഇപ്പോൾ എങ്ങനെ? ഫിനാൻസ് 1.5 കിട്ടും. 1.5 കിട്ടും. ഇതൊരു അടുത്ത വണ്ടി ഒരു ബലേനോ കാറാണല്ലേ? എങ്ങനെ? ഇത് 2018 2018 മോഡൽ. ഓട്ടോമാറ്റിക്കാണ് മാനുവലാണ്? ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് കിലോമീറ്റർ ആയി? ഓണർഷിപ്പ് സിംഗിൾ ഓണാണ്. കിലോമീറ്റർ 35,000. 35,000. ഇത് വേരിയന്റ് തരണേ? ആൽഫ ടോപ്പിന്റെ വണ്ടിയാണ്. ടോപ്പാണ്. ഏറ്റവും ടോപ്പാണ്. ഓക്കെ, അലോയ്സ് വരുന്നുണ്ട്. ടയർ കണ്ടീഷൻ 30,000 കിലോമീറ്റർ അല്ലേ? 30,000. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. തട്ടാമുട്ട ഒന്നുമില്ല. ഓക്കെ, ഇതിന്റെ കണ്ടീഷൻ നീറ്റാണ് കേട്ടോ. ഓട്ടോമാറ്റിക് ആണ്. ടോപ്പിന്റെ വെഹിക്കിൾ അല്ലേ? ഫുഡ് സ്റ്റാർട്ട്, കീല സെന്റർ എല്ലാം വരുന്നുണ്ട്. എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ വില എങ്ങനെ വരുന്നത്? 6.5 കൊടുക്കാം. 6.5. അപ്പോൾ നമുക്ക് വീഡിയോ അതിൻ്റെ പേയല്ലേ? ഇതെല്ലാം സ്റ്റോക്ക് വല്ല കിടപ്പുണ്ട്? സ്റ്റോക്കുണ്ട്. വണ്ടിയുണ്ട്, വേറെ ഉണ്ട്. 2016 ഉണ്ട്, 15 ഉണ്ട്. ഡീസലാണോ CNG ആണോ? ഡീസലാണ്. ഡീസൽ വണ്ടിയുണ്ട്. അപ്പോൾ ഇതെല്ലാം സ്റ്റോക്ക് വേറെ എല്ലാം ടെസ്റ്റ് മണി കിട്ടി വർഷോപ്പിൽ കിടക്കുകയാണ്. അപ്പോൾ ശരി, നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ശരി.